എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ഒരു ദിവസമായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നു. അപ്പം ഞാൻ നമ്മളുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറി ആദ്യം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പം 2 ഏത്തക്കായ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും 2 ദിവസം കഴിയുമ്പം ഇത് ചിലപ്പോൾ പഴുത്തു വരും. അപ്പോൾ അതിനേക്കാളും ഇപ്പോൾ തന്നെ അതിനെ എടുത്ത് കറിയാക്കാമെന്ന് കരുതി. അപ്പം ഞാൻ ഒട്ടും ഈ പോഷകഗുണം നഷ്ടപ്പെടാത്ത രീതിയിൽ അതിൻ്റെ തോല് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കണത്. തോല് അതായത് ഈ ഏത്തക്കായ നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ്? തോല് കളഞ്ഞിട്ടാണോ ഉണ്ടാക്കുന്നത്? അതെ, തോലോട് കൂടിയിട്ടാണോ ഉണ്ടാക്കുന്നത്? എന്തായാലും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒന്നാണല്ല ഈ ഏത്തക്കായ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ഒരു ദിവസമാണെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ എന്നാൽ എൻ്റെ ജോലികൾ മുടങ്ങാനും പാടില്ല. ഇനിയിപ്പം ഇതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് വേണം അടുത്ത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉള്ളത് തയ്യാറാക്കാൻ. പിന്നെ രാവിലെയുള്ള ചായയൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഭാതം പിടിക്കാനായിട്ട് മുകളിലേക്ക് ചെന്നപ്പോഴേക്കും ഒന്നും പിടിക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം നേരം അപ്പോഴേക്ക് വെളുത്ത് കഴിഞ്ഞു. കാരണം ഒത്തിരി ലേറ്റായേ, അതായത് ഒരു 6:30 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ നേരം സൂര്യൻ വരുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഉദിക്കുന്നതിന് തൊട്ട് മുൻപാണ് ആകാശം കാണാൻ നല്ല ഭംഗി. അങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പം ഞാൻ അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചതച്ചെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കൊച്ചുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ചതച്ചിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പം അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഓരോന്നും ഓരോ രീതിയിൽ തയ്യാറാക്കുന്നതനുസരിച്ച് അതിൻ്റെ രുചിയിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഈ ചതച്ച പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നമുക്കിതാ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിനിയിപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കണ്ട. നമ്മൾ ഒരു ഏത്തക്കായൊക്കെയുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം കുക്കർ മൂടിയിട്ടൊരു 2-3 വിസിലാകുമ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും. അത്രയും മാത്രം മതിയാവും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഇപ്പം നമ്മൾ നേരത്തെ അറിഞ്ഞുള്ള ആവശ്യങ്ങളായിരിക്കുമല്ലോ, അങ്ങനെ ഉള്ള സമയത്ത് പെട്ടെന്ന് എല്ലാം ഒതുക്കി വെച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളുടെ തിരിച്ചു വരുമ്പോഴേക്ക് ലഞ്ചിനായാലും പിന്നീട് അടുക്കളയിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ഇത്ത തേങ്ങ എടുക്കുമ്പോൾ എന്താ ആവി പറക്കുന്നതെന്ന്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ തേങ്ങ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. അപ്പം അത് ആവശ്യത്തിന് എടുത്ത് മൈക്രോവേവിൽ വെച്ച് എടുക്കുന്നുകൊണ്ടാണ്. എന്നിട്ട് നമുക്കൊരു 3-4 വെളുത്തുള്ളിയിൽ വീണ്ടും ഇട്ട് കൊടുക്കും. പിന്നെ 2 കൊച്ചുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ചെറിയ ജീരകമില്ലേ, ക്യൂമിൻ സീഡും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഇതിലും കുറച്ച് അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കറക്കിയെടുക്കാം, അതായത് ഒന്ന് ഒതുക്കിയെടുക്കാം, അരയണ്ട. മനസ്സിലായില്ലേ? ആ ഒരു രീതിക്കാണ് എടുക്കാൻ. ഇവിടെ വിസിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് വെച്ചാൽ സൽമാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാനിവിടെ തിരിച്ചെത്തത്തില്ല. അപ്പോൾ അവന് കഴിച്ചിട്ട് പോകാനുള്ളതാണേ ഉച്ചയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഉച്ചത്തെ കറി ആദ്യം തന്നെ അങ്ങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ കായൊക്കെ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് മൺചട്ടിയിലേക്കൊന്ന് മാറ്റി കൊടുക്കാണ് കേട്ടോ. ശരിക്കും മൺചട്ടിയിൽ ഇരിക്കുന്ന കറിക്കൊരു പ്രത്യേക രുചിയാണ്. മൺചട്ടിയിൽ ഉണ്ടാക്കണമെങ്കിൽ അതിനേക്കാളേറെ രുചിയാണ്. എന്നിട്ട് നമ്മുടെ ഈ അരപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് റെഡിയാക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് തയ്യാറാക്കിയത് അധികം സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. കുക്കറിലല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പം ചെറുപയറും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇട്ടിട്ട് കറി വയ്ക്കാം. അതും നല്ല ടേസ്റ്റി തന്നെയാണ്. ഇന്നിപ്പം ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. ഇത് മാത്രം വെച്ചിട്ടാണ് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളം കൂടി വേണം തോന്നിയുണ്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോഴേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചിരുന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല കുറുകി വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്കൊന്ന് ഒഴിക്കുന്നുണ്ട്. നല്ല ഒരു തിള വരുമ്പോഴേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. പിന്നെ ഒരു അച്ചാറോ പപ്പടമോ കൂടെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട കേട്ടോ. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. കാരണം വെളുത്തുള്ളി, ജീരകം ഇതൊക്കെ ചേർത്ത ഒരു കറിയല്ലേ ഇത്.
അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ഉണ്ടല്ലോ, അത് ഞാനെല്ലാം ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ കറിവേപ്പിലയാണെങ്കിൽ ഇപ്പം പുഷ്ടിപ്പെട്ട് വരുന്നതേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതാ എൻ്റെ കറിവേപ്പില വളരെ ശോചനീയ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ലുബ്ധിച്ചാണ് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കരിവേപ്പിലേക്ക് എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇഷ്ടക്കേട് കേട്ടോ. ഒരു മണവും ഇല്ല ഗുണവും ഇല്ലാത്തതാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് എനിക്ക് ഫീൽ ചെയ്യണതേ. ഇനി എൻ്റെ തോന്നലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലേക്ക് നല്ല മണമല്ലേ. അപ്പോൾ നമുക്ക് ഇത് നല്ല കുറുകി, ഇപ്പം തന്നെ കാണുമ്പോൾ അറിയാമല്ലോ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് താളിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിനിയിപ്പം ഇതങ്ങ് മൂടി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പം നല്ല ചൂടോടുകൂടി ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെറുതെ തന്നെ നമുക്കിങ്ങനെ കോരി ഒരു ബൗളിലാക്കി ഇങ്ങനെ കോരി കഴിച്ചാൽ തന്നെ നല്ല രുചിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അവരുടെ സ്കൂളിലെ ടിഫിനിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു കറി തന്നെയാണ്. അപ്പം ഞാനിത് അടച്ച് മാറ്റി വെക്കണേ. കറി ഏടൻ ഞാൻ മാറ്റി വെച്ചിട്ട് അടുത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. തിള വരാറായപ്പോഴേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം എല്ലാം എടുപിടിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ ഈ സമയത്ത് സവാള എന്ന് അരിഞ്ഞെടുക്കുകയാണ്. കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ് ഞാനിപ്പം അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ അതായത് പലഹാരം ഉണ്ടാക്കിയിട്ട് അടുത്ത് കറി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് എൻ്റെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ജോലികൾ ഒതുക്കി തീർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം സവാള മാക്സിമം നല്ല തിള വരുന്നത് വരെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഈ പറഞ്ഞ മാതിരി ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം മനസ്സിൽ കുറിച്ചിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി ഒതുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് ഇത് ഏത് മാവാണ് ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ പച്ചരി കേട്ടോ, അത് കഴുകി മില്ലിൽ കൊടുത്ത് പൊടിച്ച് വറുത്തെടുക്കണ മാവാണ് ഇടിയപ്പത്തിനും അതുപോലെ തന്നെ പുട്ടിനും ഒക്കെ എടുക്കണം. പുട്ടിനാകുമ്പോൾ കുറച്ചുകൂടി തരിയായിട്ടായിരിക്കും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാവ് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഞാൻ കൈ കൊണ്ട് കുഴയ്ക്കാൻ നിൽക്കുന്നില്ല. സ്റ്റാൻഡ് മിക്സർ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ഇതിൽ കുഴച്ചെടുക്കാം. അപ്പം നമ്മളുടെ മിക്കവാറും പേരുടെ വീടുകളിലൊക്കെ പല സംഭവങ്ങളൊക്കെ കാണുമല്ലേ, മിക്സി ഇതുപോലെ സ്റ്റാൻഡ് മിക്സർ അപ്പം മിക്കവാറും പേര് ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതുപോലെയുള്ള അവസരങ്ങൾ നമ്മളെ ഒത്തിരി ഇത് ഹെൽപ്ഫുൾ ആക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പം അതവിടെ മാവ് കുഴച്ചെടുക്കട്ടെ. അപ്പം ഇത് ഓൺ ചെയ്ത് അവിടെ വെച്ചു. അപ്പോൾ ഈ സമയം നമ്മൾ വെറുതെ ഇതിന് കാവൽ ഞാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ചെയ്യണ ജോലികൾ തന്നെ അപ്പോഴും തന്നെ ഈ ഗ്യാസ് ജസ്റ്റ് ഒന്ന് ആ ഗ്യാസും ആ കൗണ്ടറിലൊക്കെ എന്തെങ്കിലും ഇപ്പം നമ്മൾ താളിച്ചതൊക്കെ അല്ലേ, അപ്പം അഴുക്കൊക്കെ ഉണ്ടാവും ഈ എണ്ണ തെറിച്ചിട്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും തന്നെ അതങ്ങ് തുടച്ചങ്ങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള ഒരുപാട് അങ്ങ് ചീത്തായതുപോലെ കിടക്കത്തില്ല കേട്ടോ. അപ്പം ഞാനത് ഇവിടെ മോളുടെ അടുത്തും പറയുന്നൊരു കാര്യമാണ്, എല്ലാ പണികളും കഴിഞ്ഞ ശേഷം തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ ഭാരമായിട്ട് തോന്നും. മറ്റത് ചെയ്യുന്ന ജോലികൾ അപ്പോഴപ്പോഴും ഒതുക്കിയൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു അടുത്ത ജോലി ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഈ മാവ് കുഴച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഒതുക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒതുക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കുഴയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം ഞാൻ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഉലുവ ഒന്ന് പൊട്ടിച്ച ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇനിയിപ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു പണി നടക്കുമ്പം ഇവിടെ പിന്നെ കറിക്കുള്ളത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ആവുമല്ലോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വഴറ്റിയെടുക്കണത്. പിന്നെ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചതച്ചിട്ട് പച്ചമുളക് ഇതുപോലെ കറികളിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ വാവ ഒരുങ്ങി വന്നു കേട്ടാ. എന്താ വാവ ഇരുന്നോ? അല്ല ഇരുന്നോ, അമ്മ അവിടെ ഇരുന്നോ, ജോലി നടക്കത്തില്ല. അവിടെ ഇരിക്കും വാവ, അവിടെ ഇരുന്നോ. എന്താ ഇങ്ങോട്ട് വയ്ക്കേ, വാവ അവിടെ ഇരുന്നോ.
പിന്നെ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതിന് 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഓരോ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പലരും എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ എല്ലാ കറികൾക്കും ഈ അരപ്പിലും ഇതിലും ഒക്കെയാണ് ഉപ്പ് ചേർക്കണത്. അപ്പോൾ ചോദിക്കും അത് ശരിയാവോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ഇത്രയും വർഷമായിട്ട് ശരിയാകാറുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ചിരിക്കും കേട്ടോ. എന്തായാലും എനിക്കിതാണ് ഒരു വഴക്കം. പിന്നെ നമ്മൾ ഇതൊന്ന് കറക്കി എടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാമേ. ഇങ്ങനെ നമ്മൾ കറികളിൽ ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും. ഇനി ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കണ്ട എങ്കിൽ നമ്മൾ ബൗളിലെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്താലും മതി. അങ്ങനെയും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഉള്ളിയൊക്കെ വഴണ്ട ആ ഒരു ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എടുത്ത എൻ്റെ ആ ഒരു സ്പൂൺ കണ്ടോ, ഇളക്കാൻ എടുത്തതിന് നീളം പോരാത്തത് കാരണം ആവി എൻ്റെ കയ്യിൽ നല്ലതുപോലെ തട്ടുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഇനി അടുത്തൊരു തവി എടുത്താൽ മതി. പക്ഷെ ഞാൻ അതിന് മെനക്കെട്ടില്ല കേട്ടാ. ഇനിയിപ്പം ഇതിൽ വെച്ച് തന്നെ ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഇതാ കഴുകിയെടുത്ത മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. മട്ടൻ കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതിനിടയിൽ ഞാൻ മട്ടനും കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ടൊന്നും പോയില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു തക്കാളി, പൊതുവേ ഞാൻ ഏത് കറിക്കും തക്കാളി കുറവ് ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ. പലരും എൻ്റെ അടുത്ത് ചോദിക്കും, ഇത് മതിയോ, ഇത്രയും മതിയോ എന്നൊക്കെ ചോദിക്കും. ഇവിടത്തേക്ക് ഇത് മതി കേട്ടോ. സത്യം പറഞ്ഞാൽ പച്ചമുളക് വഴറ്റുന്നതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്, മറന്നുപോയി കേട്ടോ. ഇനിയിപ്പം ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാണ്. ഇതാണ് നമ്മൾ എന്തെങ്കിലും ധൃതി കൂട്ടി ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവം മറന്നിരിക്കും എന്നുള്ളത് വാസ്തവമാണ് കേട്ടോ. ചിലപ്പോൾ വെളുത്തുള്ളി ആയിരിക്കും കേട്ടോ, അത് ഇതുപോലെ ചതയ്ക്കാൻ വെച്ചത് അത് അവിടെ തന്നെ ഇരിക്കുവേ. കറി വെച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴായിരിക്കും അല്ല വെളുത്തുള്ളി ചതച്ചത് ഇവിടെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ കാണുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ധൃതി കൂട്ടുമ്പോൾ വരാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചത് കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ച് ഇനിയിപ്പം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇതാ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് ജോലി അടുക്കളയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ സമയം കളയാതെ തന്നെ നമ്മളുടെ ജോലികൾ എളുപ്പത്തിന് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനാണെങ്കിൽ ഒരു 5 വിസിൽ വരെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. പറയുന്നേ എന്താണ്? ഞാൻ അവിടെ വന്നിരുന്നാലേ ജോലി നടക്കോ? അമ്മക്ക് ജോലിയുണ്ട്. സനക്കുട്ടിയുടെ കണ്ണവിടെ, മൂക്കോ, നാക്കോ, പല്ല് തേച്ചോ? സനക്കുട്ടി എങ്ങനാ പല്ലിയിക്കുന്നേ? എന്നാണ് എങ്ങനാ പല്ലിയിക്കുന്ന? കൈ വായിന്നെടുക്ക. മിടിക്കല്ലേ? നിസ്കരിച്ചോ സനക്കുട്ടി? രാവിലെ നിസ്കരിച്ചോ? അയ്യേ, ഉടുപ്പ് താത്തിട്ടെ, കൊണ്ട് ഫ്രോക്ക് താത്തിട്ടെ. സനക്കുട്ടി വീണിട്ട് മുറിഞ്ഞതല്ലേ? കുറെ നാളായില്ലേ മോളെ? ഉടുപ്പ് താത്തിട്ട് മോളെ, ഡ്രസ് താത്തിട്ടെ. അച്ഛേ ഇതോ സനക്ക് വേണം പോള് ഇറങ്ങി കളിക്കാനല്ല. സനക്കുട്ടി അവിടെ ഓടി ഇവിടെ വന്ന് അല്ലേ? സനക്കുട്ടിക്ക് ഇതൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്താൽ കൊള്ളാന്ന് വലിയ ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. തരട്ടോ സന, ബോളാക്കി തരുമോ മാക്ക്? തരുമോ? ഇതാ കയ്യൊക്കെ നീട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ കുക്കറിൽ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നമ്മളിപ്പം എടുത്ത പാത്രങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ഈ ഭാഗമൊക്കെ അങ്ങ് അഴുക്കാവും കേട്ടോ. അപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് നല്ല വൃത്തി അങ്ങ് തുടച്ചെടുക്കുകയല്ല, ഇതുപോലെ ഒന്ന് റഫായിട്ടൊന്ന് തുടച്ചെടുക്കും. ലാസ്റ്റ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ നല്ല വൃത്തിയൊക്കെ തുടച്ചെടുക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മൾ ഈ അഴുക്കിൽ വന്ന് നിന്നിട്ട് ജോലി ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ അതായത് ഇതൊക്കെ എടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ സമയത്ത് ഞാനൊന്ന് കഴുകി വയ്ക്കണം. ഫാബിമോൾ അവിടെ ആ മാവൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിങ്കും നല്ല ക്ലീൻ ആവും. അതും വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ ജോലി എല്ലാം കഴിഞ്ഞ ശേഷം പാത്രം കഴുകാനായിട്ട് വന്നു കഴിഞ്ഞാൽ സിങ്ക് നിറച്ച് പാത്രമായിരിക്കും. അതിനേക്കാളും നമ്മൾ ഈ ചെയ്യുന്ന ജോലികൾ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴപ്പോഴും കഴുകി മാറ്റുകയാണെങ്കിൽ നമുക്ക് ജോലി ഭയങ്കര എളുപ്പമായിരിക്കും. എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ പാത്രം കഴുകുക എന്ന് പറയുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു
അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും എനിക്കിഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകൽ എന്ന് പറഞ്ഞാൽ. അപ്പം അത് ഇതുപോലെ പാത്രങ്ങൾ നിറഞ്ഞു കിടക്കുമ്പം അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഞാനിവിടെ മക്കളുടെ അടുത്തായാലും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സിങ്കിൻ്റെ അകത്ത് പാത്രങ്ങൾ ഇടരുത്. അപ്പോഴേക്കുള്ളത് നിങ്ങൾ കുക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ അപ്പോഴപ്പോഴും ആ പാത്രങ്ങളൊന്ന് കഴുകി അങ്ങ് മാറ്റിയേക്കണം. സിങ്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം എന്ന് പറയും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോഴേക്ക് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ അത് വലിയൊരു കാര്യം, അതായത് അത് പാലിക്കേണ്ട വലിയൊരു കാര്യം കൂടിയാണ്. നമ്മളിപ്പോൾ പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ നമ്മളുടെ അടുക്കളയൊക്കെ ഒതുക്കി, സിങ്ക് ആണെങ്കിൽ സിങ്കിൽ ഒരൊറ്റ പാത്രം ഇടാതെ അതെല്ലാം കഴുകി നീറ്റാക്കി വെച്ച ശേഷം നമ്മളൊരു യാത്രയ്ക്ക് വീടിൻ്റെ അടുത്തായിട്ടെ കുറച്ച് ദൂരത്താവട്ടെ എവിടെ പോകുന്നെങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേണം പോകാനുള്ളത്. കാരണം നമ്മളൊരു യാത്ര പോവുകയാണ്. അപ്പം എന്താവും ഏതാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എല്ലായിടവും വൃത്തിയാക്കി വെക്കണ്ടേ. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ പറയത്തില്ലേ, അയ്യേ അവരെ വീട്ടിൽ പോയപ്പോൾ കണ്ടില്ല ആ സിങ്ക് കിടക്കുന്ന കോലം കണ്ട, അല്ലെങ്കിൽ കിച്ചൺ കിടക്കുന്ന കോലം കണ്ട. ഇതൊക്കെ ആൾക്കാരിങ്ങനെ പറയും. എല്ലാവരും അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ മാതിരി നമ്മൾ ചെറുപ്പത്തിലെ ഇപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിലും അവരെ നമ്മൾ കഴിക്കുന്ന പാത്രം കഴുകി അങ്ങനെ ശീലിപ്പിച്ച് തന്നെ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സനക്കുട്ടിയുടെ പ്രായമല്ല ഞാൻ പറയണത്. അപ്പോൾ ഇതെല്ലാം ഉരുട്ടി ഫാബിമോള് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പം ഞാനിത് നമ്മളുടെ പ്രസ്സറിൽ ഞാൻ ഇതുപോലൊരു കവർ വെച്ചിട്ടാണ് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം പലരും എൻ്റെ ഈ ഒരു ചപ്പാത്തി പ്രസ് ഇത് ഭയങ്കര പഴക്കമുള്ളതാണ് കേട്ടാ. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കുറേ പേര് നമ്മളുടെ ആൾക്കാർ പറഞ്ഞു, ഇത്താക്കൊരെണ്ണം പുതിയത് വാങ്ങിച്ചൂടെ, ആനയെ വാങ്ങിക്കും തോട്ടിയെ വാങ്ങിക്കില്ല എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടാ. അപ്പം അങ്ങനെ പറഞ്ഞ് അവസാനം ഇതിൽ ഇൻസാർക്ക് പെയിന്റ് അടിച്ച് തന്നു കേട്ടാ. അപ്പം നമ്മളുടെ എൻ്റെ ഈ പാൻ വലുതാണേ, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ചുട്ടെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പം ഇപ്പം മെമ്പേഴ്സൊക്കെ കൂടുതൽ ഉള്ളവരാണെങ്കിൽ ഇതുപോലത്തെ പാൻ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിപ്പോൾ 2 പേരേ ഉള്ളൂവെങ്കിലും നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് പ്രയോജനകരമായിട്ടുള്ള രീതിയിലുള്ളതേ നമ്മൾ വാങ്ങാൻ ശ്രമിക്കാവൂ കേട്ടോ. പിന്നെ ക്വാളിറ്റി നോക്കുമ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം തന്നെ വാങ്ങിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴേക്ക് വില കുറവാണെന്ന് പറഞ്ഞിട്ട് ചാടി വീണ് ചിലപ്പോൾ അത് നല്ലതായിരിക്കത്തില്ല, ക്വാളിറ്റി നോക്കുമ്പോഴേക്ക് നല്ലതായിരിക്കത്തില്ല. അങ്ങനെ വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ നല്ലൊരു ക്വാളിറ്റി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിന് ഉദാഹരണമാണ് എൻ്റെ ആ ഒരു ചപ്പാത്തി പ്രസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം വേറെയും ചപ്പാത്തി പ്രസ്സൊക്കെ ഞാൻ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഒത്തിരി നല്ലതാണേ. അപ്പം നല്ലതിന് നമ്മളിപ്പം ചീത്താവാതെ അതിനെ കളയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനത് ചുട്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതേ മട്ടൻ കറിയുടെ സ്റ്റീമൊക്കെ പോയ ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തേ. ജസ്റ്റ് അതിൽ വെച്ച് തന്നെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മട്ടൻ കറിയും പത്തിരിയും നല്ലൊരു കോമ്പിനേഷനല്ലേ. ഇപ്പം ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ട് കുറേ നാളായി കേട്ടോ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, ശരി സലുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ മട്ടൻ പത്തിരിയും ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, പെട്ടെന്ന് റെഡിയാവും. ഇതൊന്ന് പരത്തി ഇതിലേക്ക് വയ്ക്കേ വേണ്ട. ഞാനിങ്ങനെ പരത്തി അടുക്കി വെക്കാറില്ല കേട്ടോ. എല്ലാം ഇതുപോലെ അപ്പോഴപ്പോഴും അങ്ങനെ ചെയ്യത്തേ ഉള്ളൂ. ചപ്പാത്തി ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഫാബിമോള് പ്ലേറ്റൊക്കെ അവിടെ കൊണ്ടുവച്ചു. ഞാനിവിടെ കറി എടുത്തോണ്ടെന്ന് വെച്ചേട്ടാ. ഇപ്പം കുക്കർ തന്നെ നേരെ ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാണ്. വേറെ വിശേഷിച്ചാരും ഇല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ളവരല്ലേ ഉള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളൂ. സനക്കുട്ടിയും വന്നിരുന്നു. സനക്കുട്ടി എപ്പോഴും നമ്മളിങ്ങനെ ശീലിപ്പിച്ചെടുത്തത് തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം എന്നുള്ളത് കഴുകി കൊടുത്ത് ഇപ്പോൾ കഴിക്കുന്നതിന് മുൻപ് അവൾ തന്നെ വരും കേട്ടോ. കൈ കഴുകി കൊടുത്താൽ മാത്രമേ അവൾ ടേബിളിൽ വന്നതുപോലെ ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുമ്പോഴാണെങ്കിലും കേട്ടോ കഴുകി കൊടുത്ത് അത് അങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ട് ഇപ്പം ആ ശീലം അൽഹംദുലില്ലാ നല്ലതായിട്ട് കുഞ്ഞ് നടത്തുന്നുണ്ട്. സൂപ്പർ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പെട്ടെന്ന് റെഡിയായി വന്നു. അപ്പം നിസാർക്ക് അതാ കാർ ഇറക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മുടെ സനമോൾക്ക് മനസ്സിലായിട്ട് അവളില്ലാതെയാണ് ഞങ്ങൾ പോകുന്നെന്നുള്ളത്. അപ്പോൾ അവൾക്ക് ആദ്യമൊക്കെ ഒരിത് പറഞ്ഞു. പിന്നെ അവളില്ല എന്ന് കണ്ടപ്പോഴേക്ക് എനിക്ക് ഉമ്മയൊക്കെ തന്നു. പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ അവളുടെ ഭാഷയിൽ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആരെണ്ടൊക്കെ ചോദിച്ചു സനമോള് നല്ലോണം വർത്തമാനം പറഞ്ഞു തുടങ്ങിയില്ലേ ഇത്താന്നൊക്കെ ചോദിച്ചു. ചില കുട്ടികൾ അങ്ങനെയല്ലേ, കുറച്ച് ടൈം എടുക്കും, പക്ഷെ അവൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. കുഞ്ഞു സമയമാകുമ്പോൾ സംസാരിച്ചോളും. അത്യാവശ്യം വേണ്ടതെല്ലാം അവള് പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മളിതാ പോവുകയാണേ. പാവ അവിടെ നിന്ന് ഇങ്ങനെ നോക്കണം കണ്ടപ്പോഴേക്കും എനിക്കും ഭയങ്കര വിഷമമായി പോയി കേട്ടോ. കാരണം നമ്മൾ പോണടുത്തെല്ലാം മോളെയും കൊണ്ട് പോകുന്നതല്ലേ. രാവിലെ നല്ല തിരക്കല്ലേ. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടെടുത്തോളം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം പേരുക്കട തന്നെ അല്ലേ. നമ്മൾ അവിടെ തന്നെ ആണെങ്കിൽ ഇച്ചിരി മൂവ് ചെയ്യും. ഇത് വീതി കുറഞ്ഞ റോഡും മേൽപ്പാലം വരാൻ പോണെന്ന് പറയുന്നു. അപ്പൊ രാവിലെയുള്ള ആ ഒരു ഹറി ബറി ഒക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. ഇപ്പൊ ഞങ്ങള് ഇറങ്ങി. ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇന്ന് ഈ സമയത്ത് നമ്മൾ ഇറങ്ങേണ്ടതല്ല. അത് തന്നെ. ഡോക്ടറെ കണ്ട് ഒരു ചെക്കപ്പിന് എഴുതി തന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് വയറിലൊരു വേദന പോലെ. ഞാൻ പലപ്പോഴും പറഞ്ഞില്ല സമയം 40 വയസ്സ് കഴിയുമ്പോ അല്ലെങ്കിൽ 50-55 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ രോഗത്തിന്റെയും തുടക്കമായിരിക്കും എന്നാണ് പറയുന്നത്. അല്ല, ഡോക്ടർമാര് തന്നെ പറയുന്നത് നമ്മളെ ജീവിത ചക്രം വെച്ചിട്ട് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 40 എന്നാണ് പറയുന്നത്. 40 അല്ലെങ്കിൽ 50 വയസ്സ് കഴിയുമ്പോൾ നമ്മളെ പീരിയോഡിക്കൽ ചെക്കപ്പ് ഒരു 6 മാസമോ 3 മാസമോ കൂടുമ്പോ ചെക്കപ്പ് ചെയ്യണം. പല മെഷീൻസും നമ്മള് കാലാവധി നമുക്ക് അറിഞ്ഞൂടല്ലോ, പടച്ചവനെ അറിയാവും ഓരോന്നിന്റെ കാലാവധി എത്രയാന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഇപ്പൊ എന്റേത് ഒരു 2 ആഴ്ചയോളായി വയറിൽ ഇങ്ങനെ ഒരു വേദന. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് എന്തോന്ന് ഡോക്ടർ തന്നെ ചിലപ്പോൾ അറിയായിരിക്കും, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അൾട്രാസൗണ്ടും ബ്ലഡും യൂറിൻ കൾച്ചറും എല്ലാവരും ലിസ്റ്റ് ചെയ്ത് തന്നു. ഇനി കല്ലാണോ മണ്ണാണോ എന്ന് അറിഞ്ഞൂടാ. കല്ലിനൊക്കെ വലിയ വിലയാ. ഇപ്പൊ ഏതായാലും ഡോക്ടർ പറയുമ്പോ നമ്മള് നിരസിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോവാണ്. നിസ്സാറിക്കാണെങ്കിൽ കൊന്ന ഡോക്ടറിന്റെ അടുത്തും വരൂല, ആശുപത്രിയിലും വരാത്ത ഒരാളാണേ. പറഞ്ഞ മാതിരി ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നമ്മൾ അത്തരം വാശികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചിട്ട്. അല്ല, ചില രോഗങ്ങളെ നമ്മൾ തുടക്കത്തിലാണെങ്കിലേ, ഫോർ എക്സാമ്പിൾ കല്ല് തന്നെ, നമ്മൾ തുടക്കത്തിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊടിച്ചു കളയോ മരുന്ന് കഴിച്ചെങ്കിൽ ചിലപ്പോൾ അലിഞ്ഞു പോകുന്നൊക്കെ പറയും. ഇതാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ എന്താണ് അസുഖം എന്ന് അറിഞ്ഞത്. വേദനയുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യവും. അതൊരു 40 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് സ്ത്രീകളാവുമ്പം നമ്മുടെ ഈ പറഞ്ഞ മാതിരി 40 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, ഡോക്ടറെ വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഇഷ്ടത്തിന് പോയി ചെക്ക് ചെയ്യാനല്ല, ആ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് അല്ലെ, അവർക്കാണ് അറിയാൻ പറ്റുന്നത് എന്താണ്. ഡോക്ടറെ ചെക്ക് ചെയ്യുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അത്രയേ. എന്തായാലും ഇനി പോവാണ്, നമുക്കറിയാം ഇനി എന്തൊക്കെയാണെന്നുള്ളത്. റോഡിലുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടാ. പിന്നെ രാവിലെ അല്ലേ, രാവിലെ ഇനി കുറേ സമയം ഇതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇന്നലെ ഇവിടെ വന്ന് എൻസർക്കൊക്കെ വേറെ ഈ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇന്നലെ അൾട്രാസൗണ്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇല്ല, അതിന്റെ ടൈമിങ് കഴിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ളത് മാത്രം അവിടെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തേക്കുള്ള അപ്പോയിന്റ്മെന്റും എടുത്തു. അപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണല്ലോ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം. അപ്പം ഒരു പ്രാവശ്യം മുൻപ് ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് ഇതുപോലെ ആയിരുന്നു കേട്ടോ. ഞാൻ രാവിലെ എങ്ങാണ്ട് വന്നിട്ട് ഞാൻ തിരിച്ചു പോയത് തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എനിക്ക് വേണ്ടി ടെസ്റ്റിന് വന്നപ്പോഴേക്കും ഞാൻ രാവിലെ 6 മണിക്ക് വന്നാണ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഞാൻ അവിടെ കാത്തിരുന്നത് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് പറ്റി. ഇതിപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ എടുത്തത് കൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം നിസ്സാറിക്ക് കാർ പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ സമയത്ത് ഫയൽ എടുക്കണമല്ലോ നിസ്സാറിക്കടെ. അങ്ങനെ ഫയൽ എടുത്ത് വന്നു. ഇപ്പം എന്താ 2nd ഫ്ലോറിലാണ് കേട്ടോ ഇത്. അപ്പം നിസ്സാറിക്കടുത്ത് ഞാൻ പറഞ്ഞു വെള്ളം നല്ലതുപോലെ കുടിച്ചേക്കണമെന്ന് വീട്ടിൽ വെച്ചേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ താഴേന്ന് നിസ്സാറിക്ക കാറ് പാർക്ക് ചെയ്തിട്ട് വന്നപ്പോൾ തന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പം അതിങ്ങനെ കുടിച്ച് തീർത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. നിസ്സാറിക്ക ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് വന്ന് അത് കഴിഞ്ഞേ. അടുത്ത കുപ്പി ഞാനിപ്പോൾ പോയി വാങ്ങിയിട്ട് വന്നു. വയറ് നല്ല ഫുള്ളായിട്ടിരിക്കണം എന്ന് അവർ പറഞ്ഞു. അങ്ങനെ 2ാമത്തെ കുപ്പിയിലെ വെള്ളവും ഫുള്ള് നിസ്സാറിക്ക കുടിച്ചേട്ടാ. കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞ് വയറ് ഫുള്ളായോ എന്നൊക്കെ ചോദിച്ചു. അപ്പം നിസ്സാറിക്ക പറഞ്ഞു ഞാൻ ഫുള്ളായിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ഇത് വെള്ളം നിറഞ്ഞ് ഫുള്ളായിട്ടില്ലെങ്കിൽ അവർ തിരിച്ചു വിടും. പിന്നും വെള്ളം കുടിച്ചിട്ട് വയറൊക്കെ ഫുള്ളാവുമ്പോഴേ വിളിക്കത്തുള്ളൂ. ഇത് എന്തായാലും സംഭവം പെട്ടെന്ന് കഴിഞ്ഞേട്ടാ.
ഇനി ഡോക്ടറിനെ കാണിക്കാൻ പറയാം. കേറി നിന്ന് ലിഫ്റ്റ് ഇതുവരെ പ്രസ് ചെയ്തില്ല. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്ക് ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയേ. പക്ഷെ ഇനിയിപ്പം യൂറിൻ കൾച്ചറിന്റെയും മറ്റേ ഇന്നലെ ടെസ്റ്റ് ചെയ്ത ബ്ലഡിന്റെയും അതിന്റെയൊക്കെ റിപ്പോർട്ട് കിട്ടണം. അതും കൂടി കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് ഇതെല്ലാം കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് പോകാൻ പറ്റൂ. അപ്പോഴേ അറിയാൻ പറ്റൂ എന്താണ് സംഭവം. അങ്ങനെ സമാനമായി. ഇനി ഡോക്ടറെ കണ്ടിട്ടേ ബാക്കി അറിയാൻ പറ്റും. ചൂട് അതുപോലെ വിചാരിച്ച പോലെ നമ്മള് വലിയ താമസമൊന്നും എടുത്തില്ല അല്ലേ, പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഇന്നലെ നമ്മള് വന്ന് അപ്പോയിന്റ്മെന്റ് പറഞ്ഞു വെച്ചു. 1 മണിക്കൂറും 2 ലിറ്റർ വെള്ളവും കുടിച്ചു. സാർക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം ഒറ്റയടിക്ക് കുടിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ. 2 ലിറ്റർ വെള്ളം കുടിച്ചു. ഇത് നമുക്ക് വീട്ടിലും കുടിച്ചാ പോരെ? ഒന്നും കുടിക്കാൻ പറ്റില്ല. ചോറ് തിന്നുമ്പോ ഒരു ഗ്ലാസ്, ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഗ്ലാസ്, അങ്ങനെയാണ് നമ്മള്. വെള്ളം നന്നായി കുടിക്കണം. വെള്ളത്തിന്റെ കുഴപ്പമാണ് പറയുന്നവര്. വെള്ളം കുടിക്കണം. റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ സുൽത്താൻ ഞാൻ അയച്ചു കൊടുത്തു. ഡോക്ടർ സുൽത്താൻ ഗൂഗിൾ ഡോക്ടറാണ്. ഗൂഗിളിൽ നോക്കി പറഞ്ഞു കാര്യങ്ങളൊക്കെ.